തിരുവചനം തിരുവചനം. നമ്മുടെ കർത്താവും ദൈവവുമായ ഈശോ മിശിഹായുടെ പരിശുദ്ധ നാമത്തിന് എന്നും എപ്പോഴും എല്ലായിടങ്ങളിലും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, സത്യത്തെ തിരിച്ചറിയുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളായിരിക്കുന്ന അവസ്ഥകൾ അത് പൂർണ്ണ സത്യമല്ലെങ്കിൽ സത്യത്തിലേക്ക് യാത്ര ചെയ്യാനുള്ള ധൈര്യവും ആർജവത്വവും ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, ഒരുപാട് പേരെ നിന്നിലേക്ക് ആകർഷിക്കുവാൻ ഞങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കുമ്പോൾ അതിനെ ഉപയോഗിക്കുവാൻ ഞങ്ങൾക്ക് നീ കൃപ തരണമേ. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സാധാരണ ഈ ടോക്കിൻ്റെ മുമ്പിൽ ഞാൻ ചൊല്ലാറുള്ള 2-3 വാക്യങ്ങളുള്ള പ്രാർത്ഥനയിൽ ഞാൻ ആ ടോക്കിൻ്റെ കണ്ടൻറ്റ് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കാറുണ്ട്. ഇന്നും അങ്ങനെ തന്നെയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഈശോയുടെ 12 ശിഷ്യന്മാരിൽ ഒരാളെക്കുറിച്ചാണ്. അങ്ങനെ തോന്നി. ഈശോയുടെ 12 സ്ലീഹന്മാരിൽ ഒരാളെ കൂടുതൽ അടുത്തറിഞ്ഞപ്പോൾ, ആളെക്കുറിച്ച് കൂടുതൽ വായിച്ചപ്പോൾ അധിക ഇഷ്ടം തോന്നി. നിങ്ങൾക്കൊരു ഗസ്റ്റ് ടൈം തരാം. നിങ്ങൾക്കൊന്ന് 2 പേരെങ്കിലും ഒരുമിച്ചിരുന്നാണിത് കേൾക്കുന്നതെങ്കിൽ ആരായിരിക്കും ആ 12 പേരിൽ ഒരാൾ? പ്രത്യേകിച്ച് എല്ലാവരോടും നമുക്കിഷ്ടമാണ്, എല്ലാവരും നമുക്കുള്ള പാഠപുസ്തകങ്ങളാണ്. പക്ഷെ എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ അതാരായിരിക്കും എന്നുള്ളത്. ചിലപ്പോൾ നമ്മുടെ ശ്രദ്ധ ആദ്യം പോകുന്നത് പത്രോസിലേക്ക്, ശിഷ്യ പ്രമുഖനല്ലേ പത്രോസിലേക്ക്. അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് യോഹന്നാനായിരിക്കും, ഈശോ ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യനെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആളല്ലേ, അതുകൊണ്ട് യോഹന്നാനായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ആരാണ് സാധ്യത? തോമാസ് ലീഹ ആയിരിക്കാം, നമ്മുടെ സ്വന്തം ആളല്ലേ, അതുകൊണ്ട് തോമാസ് ലീഹ ആയിരിക്കാം എന്ന് ചിന്തിച്ചു പോകാം. പക്ഷെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ആള് അന്ത്രയോസ് ലീഹായാണ്. പത്രോസ് ലീഹായുടെ സഹോദരനായ അന്ത്രയോസ് സ്ലീഹായെക്കുറിച്ചാണ് നമ്മൾ ഇത് ചിന്തിക്കുന്നത്. അപ്പം നിങ്ങളുടെ ശ്രദ്ധ എനിക്ക് വേണം. എപ്പോഴും പറയാറുള്ളത് പോലെ അധികം സമയം എടുക്കില്ല, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഈ പറയുന്ന കാര്യം ഇന്ന് അന്ത്രയോസ് ലീഹായെക്കുറിച്ച്, സെയിൻറ്റ് ആൻഡ്രൂസിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധയോടെ കേൾക്കണം. ഒരു പക്ഷേ ഇത് നിങ്ങൾക്ക് ഈ സമയത്ത് ആവശ്യമുള്ളതായിരിക്കാം ആർക്കെങ്കിലുമൊക്കെ. അതുമാത്രമല്ല, ഇത്രയും കാലം നമ്മൾ അത്ര പ്രാധാന്യം കൊടുക്കാതെ പോയൊരു വിശുദ്ധനാകാം, ഒരു സ്ലീഹായാകാം അന്ത്രയോസ്. ഒരു പക്ഷേ നമ്മൾ നന്നായിട്ട് കേട്ട് മനസ്സിലാക്കി അന്ത്രയോസ് ലീഹായോട് നമുക്കൊക്കെ ഒരു ഇഷ്ടം തോന്നിയിട്ട് സ്ലീഹായുടെ മാധ്യസ്ഥ്യം തേടിത്തുടങ്ങിയാൽ നല്ല കാര്യമല്ലേ. അതുകൊണ്ട് അന്ത്രയോസ് ലീഹായെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണ്. അന്ത്രയോസ് ലീഹ ശരിക്കും ആദ്യം ആരുടെ ശിഷ്യനായിരുന്നറിയാമോ? ഉത്തരം പറയാം. സാധാരണ നമ്മുടെ മുമ്പിൽ ആളുകളുണ്ടെങ്കിൽ ഇതൊക്കെ ചോദ്യം ചോദിച്ച് ഉത്തരം പറയിപ്പിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകാം. അന്ത്രയോസ് ലീഹ ആദ്യം ആരുടെ ശിഷ്യനായിരുന്നു? ആദ്യം സ്നാപക യോഹന്നാന്റെ ശിഷ്യനായിരുന്നു. അവിടെ നിന്നാണ് ഇങ്ങോട്ട് മാറി വന്നത്, ഈശോയുടെ അടുത്തേക്ക് വന്നത്. ഇതാണ് നമ്മൾ ഇന്ന് അന്ത്രയോസ് ലീഹായെക്കുറിച്ച് ചിന്തിക്കുന്ന, മനസ്സിലാക്കുന്ന ഒന്നാമത്തെ കാര്യം. അന്ത്രയോസ് ലീഹ സ്നാപക യോഹന്നാൻ്റെ ശിഷ്യനായിരുന്നു. നിങ്ങൾ ബൈബിൾ എടുക്കണേ, കൈ പിടിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം എടുക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം. നമ്മൾ ഓർക്കേണ്ടത് സുവിശേഷം ആരംഭിക്കുന്നത് ജോർദാൻ്റെ തീരത്ത് നിന്നാണ്. സുവിശേഷം ആരംഭിക്കുന്നത് ജോർദാൻ്റെ തീരത്ത് നിന്നാണ്. തീർച്ചയായിട്ടും മത്തായി, ലൂക്ക സുവിശേഷങ്ങളിൽ ഈശോയുടെ ഇൻഫൻസി നറേറ്റീവ് ഉണ്ടെങ്കിലും എന്താണത്? ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള വിവരണം. മത്തായിയുടെ സുവിശേഷത്തിൽ അത് യൗസേ പിതാവിന് പ്രാധാന്യം കൊടുത്ത് ഈശോയുടെ ജനനത്തെ വിശേഷിപ്പിക്കുന്നു, അവതരിപ്പിക്കുന്നു. ഇപ്പുറത്ത് ലൂക്കായുടെ സുവിശേഷത്തിൽ മാതാവിൻ്റെ ഒരു കണ്ണിലൂടെ ഈശോയുടെ ജനനത്തെ അവതരിപ്പിക്കുന്നുണ്ട്. അതാണ് ഇൻഫൻസി നറേറ്റീവ്. അത് പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. കാരണം ആദ്യം എഴുതപ്പെട്ട സുവിശേഷം മർക്കോസിൻ്റെ സുവിശേഷമാണ്. അതിനുശേഷം പിന്നെ മത്തായും ലൂക്കായും സുവിശേഷം എഴുതിയപ്പോൾ ഈശോയുടെ ജനനത്തെക്കുറിച്ചുകൂടെ ഉൾപ്പെടുത്തണമെന്ന് വിചാരിച്ച് അവർ അന്വേഷിച്ചും കണ്ടെത്തിയും മനസ്സിലാക്കിയ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തതാണ് ഈ ഇൻഫൻസി നറേറ്റീവ്. ശരിക്കും പുതിയ നിയമം സുവിശേഷം ആരംഭിക്കുന്നത് ജോർദാൻ്റെ തീരത്ത് നിന്നാണ്. എന്തുകൊണ്ടാണത് പറയുന്നത്? ആരിൽ നിന്നാണത്? സ്നാപക യോഹന്നാനിൽ നിന്ന്. ഇതെവിടെ മനസ്സിലാക്കാം?
മർക്കോസിന്റെ സുവിശേഷം, ആദ്യം എഴുതപ്പെട്ട സുവിശേഷം നോക്കിക്കേ. അവിടെ എന്താണ് ആരംഭിക്കുന്നത്? സ്നാപക യോഹന്നാനാണ് ആദ്യത്തെ കഥാപാത്രം. ഇവിടെ യോഹന്നാന്റെ സുവിശേഷത്തിലും 1-ാം അധ്യായത്തിൽ ആദ്യം അവതരിപ്പിക്കുന്ന കഥാപാത്രം വചനത്തെക്കുറിച്ച് പറഞ്ഞ്, വചനം മാംസം ധരിച്ചതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് സ്നാപക യോഹന്നാന്റെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദത്തെക്കുറിച്ചാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ ഒറ്റ വാക്യം ഓർത്തു വെക്കണേ. പുതിയ നിയമം ആരംഭിക്കുന്നത് ജോർദാന്റെ തീരത്ത് നിന്നാണ്, സ്നാപക യോഹന്നാനിൽ നിന്നാണ് ഈ പുതിയ നിയമത്തിൻ്റെ ആരംഭം. അപ്പോൾ സ്നാപക യോഹന്നാൻ വഴികൾ നേരെയാക്കുവനെന്ന് വിളിച്ചു പറയുന്നവൻ, അവൻ്റെ ചാരത്ത് നിന്നവനാണ് ആര്? ഈ അന്ത്രയോസ്. സ്നാപക യോഹന്നാൻ്റെ ശിഷ്യനായി അവൻ്റെ കൂടെ നടന്നവനാണ്. അങ്ങനെ ഒരു ഗുരുവിൻ്റെ കൂടെ നടക്കുമ്പോൾ അന്ത്രയോസിൻ്റെ മനസ്സിൽ എന്താ ഉള്ളത്? എൻ്റെ ഗുരുവാണ് ദ ബെസ്റ്റ്, എൻ്റെ ഗുരുവാണ് ദ ട്രൂത്ത്, എൻ്റെ ഗുരു പറയുന്നതാണ് സത്യം. അത്രയും ഡിപ്പെൻഡൻസിയോടുകൂടിയാണ് ഒരു ഗുരുവിൻ്റെ കൂടെ ശിഷ്യൻ നടക്കുന്നത്. അന്ത്രയോസ് അങ്ങനെ സ്നാപക യോഹന്നാനോട് നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോഴാണ് സ്നാപക യോഹന്നാൻ വേറെ ഒരാളെക്കുറിച്ച് പറയുന്നു. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ് എന്ന് പറയുന്നു. അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങളല്ലേ? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യമൊക്കെ എത്തുമ്പോൾ അത് അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തുകയാണ്. നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യം. അടുത്ത ദിവസം യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരുടെ കൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ടു. അവൻ പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അവൻ പറഞ്ഞത് കേട്ടിട്ട്, അതായത് ഞാൻ എപ്പോഴും പറയാനുള്ളത് വിഷ്വലൈസ് ചെയ്യുക, കാണുക. സ്നാപക യോഹന്നാൻ നിൽക്കുന്നു, കൂടെ സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാരൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ഈശോ പോകുന്നു. ഈശോയെ നോക്കി സ്നാപക യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇത് കേട്ട് കഴിയുമ്പോൾ എന്തായിരിക്കും ഈ ശിഷ്യന്മാരുടെ റിയാക്ഷൻ? ബൈബിൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ പറഞ്ഞത് കേട്ട് ആ 2 ശിഷ്യന്മാർ ഈശോയെ അനുഗമിച്ചു. ഇത് കേൾക്കേണ്ട താമസം. അതായത് തീർച്ചയായിട്ടും ഞങ്ങൾ വിധേയത്വമുള്ള, അനുസരണമുള്ള, സ്നേഹമുള്ള ശിഷ്യന്മാരാണ്. പക്ഷേ ഉപരിയായ നന്മ, ഉപരിയായ സത്യം കൺമുമ്പിൽ വരുന്നു. അതുകൊണ്ട് ആ സത്യത്തിലേക്ക് അവർ ചായുകയാണ്. അങ്ങനെ ചാഞ്ഞ ആളാണ് അന്ത്രയോസ്. അതാണ് അന്ത്രയോസിൻ്റെ ക്വാളിറ്റി. നമുക്ക് പലപ്പോഴും ഈ കാലഘട്ടത്തിലും സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്തും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന, ഇല്ലാതായി പോകുന്ന ഒരു ക്വാളിറ്റിയാണിത്. എന്താണിത്? ഇതിനെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചില ശരികളിൽ ജീവിക്കുന്നു. ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണിത്. നമ്മൾ ചില ശരികളിൽ ജീവിക്കുന്നു, ശരിയാണെന്ന് ധരിച്ച് ഇതാണ് അൾട്ടിമേറ്റ് ട്രൂത്ത് എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ ജീവിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ്, ഞാൻ ഇത്രയും കാലം ജീവിച്ചത് അത് പൂർണ്ണ ശരിയായിട്ടില്ല. പൂർണ്ണ ശരി അല്പം കൂടെ അങ്ങോട്ട് മാറിയാണ്. കുറെ കൂടെ മെച്ചപ്പെട്ട ശരി എന്ന് പറയുന്നത്, സത്യം എന്ന് പറയുന്നത് കുറെ കൂടെ അങ്ങോട്ട് മാറിയാണ്. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഇവിടെ നിന്ന് പതുക്കെ അങ്ങോട്ടൊന്ന് മാറി നിൽക്കാൻ ഉള്ള കെൽപ്പ് നമുക്കില്ല. നമ്മൾ തർക്കം തുടങ്ങും. എന്ത് പറയും? ഇതാണെന്നേ ശരി. പിന്നെ ഇതിനെ എങ്ങനെങ്കിലും കുറെ കൂടെ മെച്ചപ്പെട്ട ശരിയാക്കാനുള്ള കഷ്ടപ്പാടാണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്ത്രയോസ് കാണുന്നു അതാണ് ദൈവത്തിൻ്റെ കുഞ്ഞാട്. വേണമെങ്കിൽ അന്ത്രയോസിന് തീരുമാനിക്കാം, അയ്യോ ഞാൻ സ്നാപക യോഹന്നാന്റെ ശിഷ്യനല്ലേ, അതുകൊണ്ട് ആ പുള്ളി ഈശോ മിശിഹ ദൈവത്തിൻ്റെ കുഞ്ഞാടായ ശരിയാകത്തില്ല. എങ്ങനെങ്കിലും സ്നാപക യോഹന്നാനെ ദൈവത്തിൻ്റെ കുഞ്ഞാടാക്കണമെന്ന് അന്ത്രയോസ് തീരുമാനിച്ചിരുന്നെങ്കിലോ കാര്യങ്ങൾ മുഴുവൻ കുളമായി പോകില്ലായിരുന്നോ? ഇപ്പം നമുക്ക് പറ്റുന്ന അപകടം അതാണ്. നമ്മൾ ഇത്രയും കാലം ജീവിച്ച കാര്യങ്ങൾ ശരിയാണെന്നേ, നമ്മൾ കുറേ കാലമായിട്ട് ജീവിച്ചതാണെന്ന് വിചാരിക്കുക. പലതും നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നതാണ്. അത് കംപ്ലീറ്റ്ലി ശരിയല്ല, അപ്പുറത്താണ് ശരി, കുറച്ചുകൂടെ അങ്ങോട്ട് നീങ്ങി നിന്നാൽ കുറച്ചുകൂടെ നല്ലതാകും എന്ന് പറയുമ്പോൾ അതിനെ സ്വീകരിക്കാൻ നമുക്ക് പറ്റാതെ പോകുന്നു. ഇതെല്ലാം മേഖലയിലും ഉണ്ട്. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറയുന്നത് പോലത്തെ ശൈലി. അതുകൊണ്ടാണ് ഈ അന്ത്രയോസ് നമുക്ക് മാതൃകയാകുന്നത്. സ്നാപക യോഹന്നാന്റെ ശിഷ്യനായിരുന്നവൻ ഈശോയെ കണ്ടപ്പോൾ, യഥാർത്ഥ സത്യത്തെ കണ്ടപ്പോൾ ഈശോയുടെ പിന്നാലെ നടന്നു. പിന്നെയാണ് നമ്മൾ സിനോപ്റ്റിക് ഗോസ്പെൽസിൽ മത്തായി, മർക്കോസ്, ലൂക്കായിൽ കാണുന്ന ഒരു രംഗം വരുന്നത്. അതിനു മുമ്പ് ഈ സ്നാപക യോഹന്നാന്റെ അടുത്ത് നിന്ന് ഈശോയുടെ അടുത്തേക്ക് പോയിട്ട് ഈശോയുടെ കൂടെ ആയിരുന്നവൻ
മണിക്കൂറുകൾക്കുള്ളിൽ തിരിച്ചറിയുന്നു, ശരിയാണ്, ഇവനാണ് ആള് എന്ന് തിരിച്ചറിയുന്നു. എന്നിട്ട് ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അന്ത്രയോസിൻ്റെ അടുത്ത ക്വാളിറ്റിയാണ്. ഈ അന്ത്രയോസ് എന്താ ചെയ്യുന്നറിയാമോ? അന്ത്രയോസ് ഈശോയാണ് സത്യം, ഈശോയാണ് യഥാർത്ഥ ഗുരു, ഇവനാണ് ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെന്താ ചെയ്തത്? അതാണ് രസമുള്ള കാര്യം. ഈ അന്ത്രയോസ് വീട്ടിൽ പോയിട്ട് അവൻ്റെ ചേട്ടായിയോട് പറഞ്ഞു, ചേട്ടായി, ഞാൻ ഒരാളെ കണ്ടു എന്ന് പറഞ്ഞ് ഈശോയ്ക്ക് സാക്ഷ്യം കൊടുത്തിട്ട് ഈ പത്രോസിനെ ഈശോയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് അന്ത്രയോസ് ചെയ്തത്. ഇതാണ് അന്ത്രയോസിൻ്റെ രണ്ടാമത്തെ ക്വാളിറ്റി നമ്മൾ ചിന്തിക്കുന്നത്. ഒന്നാമത്തെ ക്വാളിറ്റി എന്തായിരുന്നു? അത് മനസ്സിൽ പതിഞ്ഞല്ലോ അല്ലേ? ഒന്നാമത്തെ ക്വാളിറ്റി അന്ത്രയോസിൻ്റെത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇത്രയും കാലം ഒരു ശരിയെന്ന് ധരിച്ചും ശരിയായിക്കോട്ടെ അങ്ങനെ നിന്നു ജീവിച്ചു. പക്ഷെ പിന്നെ മനസ്സിലാക്കുന്നു ഇതിനേക്കാൾ മെച്ചപ്പെട്ട കുറേ കൂടെ കറക്റ്റായിട്ടുള്ള കാര്യമുണ്ട്. ഞാൻ ഇത്രയും കാലം ജീവിച്ചത് പൂർണ്ണമായിട്ടും അങ്ങോട്ട് ശരിയല്ല, കുറച്ചതിനകത്തൊക്കെ പാളിച്ചകളുണ്ട്. അതിനെ അക്സെപ്റ്റ് ചെയ്യുക, അടുത്തതിലേക്ക് ബെറ്ററായ ഒരു നിലപാടിലേക്ക് വളരുക എന്നുള്ളത് അന്ത്രയോസ് പഠിപ്പിക്കുന്ന പാഠമാണ്. രണ്ടാമത് അന്ത്രയോസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണം ഈ പറഞ്ഞതാണ്. അന്ത്രയോസിന് ഒരു പ്രത്യേക നാക്കുണ്ട്, ഒരു പ്രത്യേക ഒരു കഴിവുണ്ട്. എന്തിനാണെന്നറിയാമോ? ആളുകളെ ഈശോയിലേക്ക് കൊണ്ടുവരുവാൻ അന്ത്രയോസിന് ഒരു പ്രത്യേക കഴിവുണ്ട്. 3 കൂട്ടരെ നമ്മൾ പ്രത്യേകം പറയാം. അന്ത്രയോസ് ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവന്ന 3 ആളുകളെ നമ്മളിപ്പോൾ ചിന്തിക്കാൻ പോവാണ്. ഈ അന്ത്രയോസ് ലീഹ, നമ്മളിന്ന് 12 പേരിൽ നിന്ന് പ്രത്യേകം എടുത്ത് ധ്യാനിക്കുന്ന അന്ത്രയോസ് ലീഹ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവന്ന 3 പേര്. ഒന്നാമത്തെ ആള് ആരാണത്? പത്രോസ്. സ്വന്തം ചേട്ടായിയെ തന്നെ അന്ത്രയോസ് കൊണ്ടുവന്നു. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം നമ്മൾ താഴോട്ട് വായിച്ചു പോകുമ്പോൾ 1-ാം അധ്യായം 35-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. താഴോട്ട് വന്നിട്ട് അവൻ ആദ്യമേ തൻ്റെ സഹോദരനായ ശിമയോനെ കണ്ട് അവനോട് 41-ാം വാക്യം, ഞങ്ങൾ മിശിഹായെ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു അവനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. കണ്ടോ, വായിക്കുന്നത് കണ്ടോ? 42-ാം വാക്യം, പത്രോസിനെ ഈശോയുടെ അടുത്തേക്ക് അന്ത്രയോസ് കൊണ്ടുവന്നു. അപ്പോൾ ഈശോ അവനെ നോക്കി പറഞ്ഞു, നീ യോഹന്നാന്റെ പുത്രനായ ശിമയോനാണ്, പാറ കേപ്പ എന്ന് വിളിക്കപ്പെടും. അതായത് അന്ത്രയോസ് ഒന്ന് കൂട്ടിക്കൊണ്ടുവന്ന ആ കഷിയാണെന്ന് പിന്നെ പാറയായിട്ട് നിന്നത്, സഭയുടെ മൂലക്കല്ലായിട്ട് തുടക്കമായിട്ട്. മൂലക്കല്ല് ക്രിസ്തു, അതിനുമേൽ പത്രോസ് അതിൻ്റെ മുഴുവൻ മുന്നിൽ നിന്നുകൊണ്ട് ശിഷ്യപ്രമുഖനായിട്ട് താക്കോൽ ഭരമേൽപ്പിക്കപ്പെട്ടവനായിട്ട് പത്രോസ് മുമ്പിൽ നിന്നു. അത് ഈ അന്ത്രയോസ് കൂട്ടിക്കൊണ്ടുവന്ന ചേട്ടായി എന്ന് ഓർക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്, അന്ത്രയോസിന് ഒരു പ്രത്യേക നാക്കുണ്ട് ആളുകളെ ഈശോയിലേക്ക് കൊണ്ടുവരാൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അച്ചോ ഇതൊക്കെ പത്രോസിൻ്റെ കാര്യത്തിൽ ഓക്കെ, പത്രോസിനെ അന്ത്രയോസ് കൊണ്ടുവന്നു, വേറെ ആരെയാണാവോ അന്ത്രയോസ് കൊണ്ടുവന്നത്? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം എടുത്തോ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 5 അപ്പവും 2 മീനും കയ്യിലുള്ള ഒരു പയ്യൻ. നിങ്ങൾ ആ രംഗം ഓർത്ത് നോക്കിയേ. എല്ലാവരും വിശന്ന് വലഞ്ഞ് കോലം കെട്ടിരിക്കുകയാണ് ഈശോയെ കേട്ടിരുന്നവർ. ഈശോ പറഞ്ഞു, എങ്ങനെയെങ്കിലും അതൊന്ന് കഴിക്കാൻ കൊടുക്ക്. ഉടനെ ഇവിടുന്ന് പരിഹാരം വന്നു, കടയിൽ പോയി വാങ്ങിക്കാൻ പോയാൽ എന്തുമാത്രം വാങ്ങിച്ചാലാണ് നടക്കുന്നത്? ഞങ്ങൾ ഹെൽപ്ലെസ് എന്ന് ശിഷ്യന്മാർ പറഞ്ഞു. ഈ നേരത്ത് അന്ത്രയോസ് പ്രത്യേക കഴിവുണ്ട്. എന്തിന്? ആളുകളെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരാനുള്ള കഴിവുണ്ട്. ആ അന്ത്രയോസ് എന്ത് ചെയ്യുന്നറിയാമോ? 8-ാം വാക്യം, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 8-ാം വാക്യം, ശിഷ്യന്മാരിൽ ഒരുവനും ശിമയോൻ പത്രോസിന്റെ സഹോദരനുമായ അന്ത്രയോസ് പറഞ്ഞു, 5 ബാർലി അപ്പവും 2 മീനും കൈവശമുള്ളൊരു കുട്ടി ഇവിടെയുണ്ട്. അതായത് ഈ അന്ത്രയോസ് ഈ കൊച്ചിനെ തപ്പിയെടുത്തു. എന്നിട്ട് ആ കൊച്ചിൻ്റെ കയ്യെ പിടിച്ച് ആ കൊച്ചു പയ്യന് ഈ ഉള്ള അമ്മ പൊതിഞ്ഞു വിട്ടുകൊടുത്ത് ഈ 5 അപ്പവും 2 മീനും എങ്ങനെങ്കിലും ഒതുക്കി പിടിച്ച് കഴിക്കണമെന്നല്ലേ അവന് ചിന്ത കാണത്തുള്ളൂ. സ്വാഭാവികമായിട്ടും അത്ഭുത ബാലനൊന്നുമല്ലോ, സാധാരണ കുട്ടിയല്ലേ. അന്ത്രയോസ് എന്താ ചെയ്തത്? നമ്മളത് കാണേണ്ടത്. അന്ത്രയോസ് ആ കൊച്ചിൻ്റെ കൈക്ക് പിടിച്ചിട്ട് വാടാ എന്ന് പറഞ്ഞ്, ബലം ഒന്നും പിടിച്ച് കാണത്തില്ല, സ്നേഹത്തോടെ അവനെ വിളിച്ച് വാത്സല്യത്തോടെ അവനെ പിടിച്ചിട്ട് ഈശോയുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് പറയുകയാണ്, ദേ കൊച്ചൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്, അതാണ് ആകപ്പാടെ ഉള്ളത്. അങ്ങനെ അന്ത്രയോസ് അടുത്ത ആളിനെ കൊണ്ടുവന്നുണ്ട് ഈശോയിലേക്ക്. ഇതാണ് ഞാൻ പറഞ്ഞത്, അന്ത്രയോസിന് പ്രത്യേക സിദ്ധിയുണ്ട്, ആളുകളെ ഈശോയിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. അപ്പോൾ നമ്മൾ ആരെയൊക്കെ കണ്ടു? ചേട്ടായിയായ പത്രോസിനെ അന്ത്രയോസ് കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ദേ ഇപ്പോൾ ഈ ജനാവലിയുടെ മൂലയ്ക്കെവിടെയോ വിറങ്ങലിച്ച് ഇരുന്ന ആ പയ്യനെ, ആ ബാലനെ, 5 അപ്പവും 2 മീനും കൈവശമുള്ളവനെ അന്ത്രയോസാണ് പിക്ക് ചെയ്ത് ഈശോയുടെ അടുത്ത് കൊണ്ടുവന്ന് കൊടുത്തത്.
പയ്യൻ്റെ കയ്യിൽ 5 അപ്പമുണ്ട് എന്ന് പറഞ്ഞ്. മൂന്നാമത്തെ കൂട്ടർ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ഒരു രംഗമുള്ളത് ഇങ്ങനെയാണ്. അത് 20-ാം വാക്യം തൊട്ട്. തിരുനാൾ ആഘോഷം നടക്കുകയാണ്. ജെറുസലേമിൽ വലിയ തിരുനാൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ ഗ്രീസിൽ നിന്ന് ഗ്രീക്കുകാർ വന്നു. അവർ വന്നപ്പോൾ അവർക്കൊരാഗ്രഹമുണ്ട്, ഈശോയെ ഒന്ന് കാണണം. അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം, ഒരു കൗതുകമായിരിക്കും, ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ആയിരിക്കും. ഈശോയെ ഞങ്ങൾ കേട്ടിട്ടുണ്ടോ, ഈശോയെക്കുറിച്ച് ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. അവർ നോക്കിയപ്പോൾ 12 എണ്ണം കൂടെ നടപ്പുണ്ട്. അതിലൊരുത്തൻ കയ്യിൽ കിട്ടി, പീലിപ്പോസിനെ കയ്യിൽ കിട്ടി. പീലിപ്പോസിനോട് പറഞ്ഞു, പീലിപ്പോസേ, ഗ്രീക്കുകാർ പറഞ്ഞു ഞങ്ങൾക്ക് ഈശോയെ ഒന്ന് കാണണം, അതിന് വേണ്ട ക്രമീകരണം നീ ഒന്ന് ചെയ്തു തരണം. പീലിപ്പോസിന് ഇതിനുള്ള നാക്കില്ല. പീലിപ്പോസ് ഉടനെ ആരെ അപ്രോച്ച് ചെയ്തു? നേരത്തെ പറഞ്ഞതുപോലെ ഈ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത്, ഇതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളാരാണ്? അന്ത്രയോസ്. പീലിപ്പോസ് ഉടനെ ഇവരെ കൂട്ടിക്കൊണ്ട് അന്ത്രയോസിൻ്റെ അടുത്ത് ചെന്നു. അന്ത്രയോസെ, ഇങ്ങനൊരു കാര്യമുണ്ട്, നീ വേണ്ടത് ചെയ്യണം. അതാണ് സംഭവിക്കുന്നത്. ഈ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 20-ാം വാക്യം. ഗ്രീക്കുകാർ വന്നു. അവർ ഗലീലയിലെ ബേത്സയിദയിൽ നിന്നുള്ള പീലിപ്പോസിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, പ്രഭോ, ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. പീലിപ്പോസ് എന്താ ചെയ്തത്? അടുത്ത വാക്യം. പീലിപ്പോസ് പോയി അന്ത്രയോസിനോട് പറഞ്ഞു. എന്നിട്ട് അന്ത്രയോസാണ് ഈ ഗ്രീക്കുകാരെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. കണ്ടോ ഞാൻ പറഞ്ഞ കാര്യം? ആളുകളെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ, ഈശോയുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ അന്ത്രയോസിന് ഒരു പ്രത്യേക കഴിവുണ്ട്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കണമെന്നറിയാമോ? 2 കാര്യങ്ങൾ ഈ അന്ത്രയോസിൻ്റെ മാധ്യസ്ഥ്യത്തിൽ പ്രാർത്ഥിക്കണം. ഈ ഒരു കാര്യത്തിൽ, ഏതിൽ? ഈശോയുടെ അടുത്തേക്ക് അന്ത്രയോസ് ആളുകളെ കൊണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ 2 കാര്യങ്ങൾ പ്രാർത്ഥിക്കണം. ഒന്ന്, അന്ത്രയോസ് ലീഹായെ ഞങ്ങൾ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പലവിധ കാരണങ്ങളാൽ കർത്താവ് തമ്പുരാൻ്റെ കൺവെട്ടത്തിൽ നിന്ന് മറഞ്ഞു നടക്കുമ്പോൾ, പത്രോസിനെ പോലെ കർത്താവിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ ബാലനെ പോലെ പേടി കൊണ്ടോ ചുറ്റുപാടുമുള്ളവരെക്കുറിച്ചുള്ള ഭയം കൊണ്ടോ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ഗ്രീക്കുകാരെ പോലെ കാണണമെന്നും കർത്താവിൻ്റെ അടുത്തിലണമെന്ന് ആഗ്രഹമുണ്ട്, ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ലാത്തത് കൊണ്ടാകാം. അത്തരം സാഹചര്യങ്ങളിൽ അന്ത്രയോസ് ലീഹായെ ഞങ്ങളെ കർത്തൃസന്നിധിയിലേക്ക്, ഈശോയുടെ മുമ്പിലേക്ക് നീ പ്രസൻറ്റ് ചെയ്യണമേ എന്ന് അന്ത്രയോസിൻ്റെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കാൻ പറ്റണം. 2-ാമത്തെ കാര്യം എന്നറിയാമോ? നമ്മളിൽ അന്ത്രയോസ് ലീഹ പ്രവർത്തിക്കണം. എങ്ങനെയാണത്? അതായത് അന്ത്രയോസ് ലീഹായുടെ ഈ ജീവിതം നമുക്ക് മാതൃകയാകണമെന്ന് അതാ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പ്രവർത്തിക്കണം എന്ന് പറയുമ്പോഴേക്കും പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നത് പോലെ അതല്ല ഉദ്ദേശിക്കുന്നത്. അന്ത്രയോസ് ലീഹയുടെ ഈ ശൈലി നമുക്ക് മാതൃകയാകണം. എങ്ങനെ? നമുക്കും മറ്റുള്ളവരെ കർത്താവിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റണം. 20, 30, 40, 50, 60 വർഷമോ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചല്ലോ. ചോദിക്കാനുള്ള ചോദ്യം, എത്ര പേരെ കർത്താവിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്? ഈ കാലത്തിനിടയ്ക്ക് നീ കാരണം എത്ര പേര് ഈശോയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്? ഒരാളെയെങ്കിലും കൈപിടിച്ച്, എടാ ഉവേ വാ, ഞാൻ നിന്നെ ഒരാളെ കാണിച്ചു തരാം, എല്ലാത്തിൻ്റെയും പരിഹാരം അവൻ്റെ കയ്യിലുണ്ട്, അവൻ്റെ കരം കരുത്തുറ്റതാണ്, അവൻ പ്രബലനാണ്, ശക്തനാണ്, അവനെ ഞാൻ പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞ് ഒരാളെയെങ്കിലും കൈപിടിച്ച് കർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? അന്ത്രയോസ് ലീഹ വെല്ലുവിളിക്കുകയാണ് നമ്മളെ. മറ്റുള്ളവരെ ഈശോയുടെ മുമ്പിലേക്ക് ആർക്കറിയാം നമ്മളിങ്ങനെ കൂട്ടിക്കൊണ്ടുവരുന്നവനായിരിക്കും നാളെ സഭയുടെ തലവനായി മാറുന്നതെന്ന്. അന്ന് അന്ത്രയോസ് അറിഞ്ഞിരുന്നോ? ഞാൻ ഈ കൂട്ടിക്കൊണ്ടുവരുന്ന ചേട്ടായി ആയിരിക്കും ആദ്യത്തെ മാർപ്പാപ്പ എന്ന്? അറിഞ്ഞിട്ടുണ്ടാകില്ല. പക്ഷേ അത്ഭുതം നടക്കുന്ന കണ്ടോ? അല്ലെങ്കിൽ ഈ 5 അപ്പവും 2 മീനും ഈ കൊച്ചൻ്റെ കയ്യിലിരിക്കുന്നത് കർത്താവിന് മുമ്പിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഈ പുരുഷാരങ്ങളെ തൃപ്തിപ്പെടുത്താനും 12 കുട്ടം മിച്ചം ശേഖരിക്കാനും മാത്രം അപ്പം വർദ്ധിപ്പിക്കുന്ന മഹാത്ഭുതം നടക്കുമെന്ന് അന്ത്രയോസ് വിചാരിച്ചിരുന്നോ? ഇല്ല, നിശ്ചയമായിട്ടും. പക്ഷെ നമുക്ക് ഈശോയെങ്കിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ എങ്കിലും അടുപ്പിച്ച് നിർത്താം. പ്രത്യേകിച്ച് ഈ ഒരു സഹനകാലത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കർത്താവിലേക്ക് അടുത്ത് നിൽക്കുന്നുണ്ടോ? അതോ അകന്നകന്ന് പോവുകയാണോ? നമ്മുടെ ജീവിത പങ്കാളി കർത്താവിലേക്ക് അടുത്ത് നിൽക്കുന്നുണ്ടോ? അങ്ങനൊരു ശ്രദ്ധയുണ്ടാകണം. അപ്പോൾ അന്ത്രയോസ് ലീഹായെ നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. 12 ശിഷ്യന്മാരിൽ അധികമൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ പോയ അന്ത്രയോസ് ലീഹായെ നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. നമ്മൾ മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്നാമത്തത്, അന്ത്രയോസ് ലീഹ സ്നാപക യോഹന്നാന്റെ ശിഷ്യനായിരുന്നു. യഥാർത്ഥ കുഞ്ഞാടിനെ, ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ കണ്ടപ്പോൾ ആ കുഞ്ഞാടിനെ പുൽകാൻ, കുഞ്ഞാടിൻ്റെ അനുയായിയാകാൻ ധീരതയോടെ തീരുമാനമെടുത്തു. നമുക്കും അങ്ങനെ ഒരു ശൈലി ഉണ്ടാകണം. യഥാർത്ഥ ശരി നേര് കണ്ടു കഴിയുമ്പോൾ നമ്മളെ തന്നെ തിരുത്താനും കർത്താവിൻ്റെ പിന്നാലെ, സത്യത്തിൻ്റെ പിന്നാലെ നടക്കാനുമുള്ള ആർജവത്വം ഉണ്ടാകണം. 2, അന്ത്രയോസ് ലീഹായ്ക്ക് ഒരു പ്രത്യേക സ്കില്ലുണ്ടായിരുന്നു. ആളുകളെ ഈശോയിലേക്ക് കൊണ്ടുവരുവാൻ. പത്രോസിനെ കൊണ്ടുവന്നു,
5 അപ്പവും 2 മീനുമുള്ള ബാലനെ കൊണ്ടുവന്നു. ഗ്രീക്കുകാരെ കർത്താവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അന്ത്രയോസ് ശ്ലീഹായുടെ മാധ്യസ്ഥ്യം പ്രാർത്ഥിക്കണം. ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ മറഞ്ഞിരിക്കുമ്പോൾ ഞങ്ങളെയും ഈശോയുടെ മുമ്പിലേക്ക് നീ എത്തിക്കണമേ. ഒപ്പം പ്രാർത്ഥിക്കണം, അന്ത്രയോസ് ശ്ലീഹായെ പോലെ ഞങ്ങളും ആരെയെങ്കിലുമൊക്കെ ഈശോയുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നവരാകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഈ അന്ത്രയോസ് ശ്ലീഹ മരിച്ചത് എക്സ് ഷേപ്പിലുള്ള കുരിശേറിയാണ് എന്നാണ് പറയുന്നത്. ഗ്രീസിൽ വെച്ചാണ് എക്സ് ഷേപ്പിൽ, ഇങ്ങനെ ഒരു ഷേപ്പിലുള്ള കുരിശേൽ അവനെ തറയ്ക്കുകയായിരുന്നു. 36 മണിക്കൂർ കുരിശേ കടന്നുവെന്നാണ് അന്ത്രയോസ് ശ്ലീഹായെക്കുറിച്ച് പറയുന്നത്. 36 മണിക്കൂറോളം കുരിശേൽ കിടന്നാണ് അവൻ മരിച്ചതെന്നാണ് പറയുന്നത്. ആ കുരിശേൽ കിടന്നേരത്തും അന്ത്രയോസ് ശ്ലീഹ സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരുന്നു എന്നും പറയപ്പെടുന്നു. അപ്പോൾ ആ നേരത്തും ആളുകളെ ഈശോയിലേക്ക് കൊണ്ടുവരുവാൻ അന്ത്രയോസ് ബദ്ധശ്രദ്ധനായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് പ്രാർത്ഥിക്കാം, ഈ ശ്ലീഹായുടെ മാതൃക നമുക്ക് പ്രചോദനമാകുവാൻ, മാധ്യസ്ഥ്യം നമുക്ക് കരുത്താകുവാൻ പ്രാർത്ഥിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ.